മറ്റൊരു വാർത്ത, റഷ്യക്കെതിരെ യുക്രൈൻ നടത്തുന്ന ആക്രമണം അത് 2026 ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിൽ ഒന്ന് ഇന്നലെ നടന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏതാണ്ട് 800ഓളം ഡ്രോണുകൾ ഒറ്റ രാത്രി കൊണ്ട് 800ഓളം ഡ്രോണുകൾ യുക്രൈനിൽ എത്തിയെന്നും ആ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നും മറ്റുമാണ്, യുക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് എത്തിയെന്നും അത് വെടിവെച്ചിട്ടു എന്നും മറ്റുമാണ് ഇപ്പോൾ റഷ്യ വ്യക്തമാക്കുന്നത്. അതിൽ 600 ഡ്രോണുകളും വളരെ കൃത്യമായി ലക്ഷ്യം വെച്ചത് മോസ്കോയായിരുന്നു. മോസ്കോ നഗരത്തെ ലക്ഷ്യമിട്ട് ഏതാണ്ട് 600ഓളം ഡ്രോണുകൾ കുതിച്ചെത്തുകയാണ്. റഷ്യക്ക് നേരെ 2026 ഏറ്റവും വലിയ വ്യോമാക്രമണമായി ഇത് കണക്കാക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 7 മരണം സംഭവിച്ചിരിക്കുന്നു. മോസ്കോയിലെ വൈൽഡ് ബെറി വെയർഹൗസ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു വെയർഹൗസാണ്. അതിന് തീപിടിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. റഷ്യ തിരിച്ചടിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും യുക്രൈൻ ഉപയോഗിച്ചത് സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങളാണ്. അങ്ങനെ യുദ്ധം വീണ്ടും കടുക്കുന്ന ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1550-ലധികം ഡ്രോണുകളാണ് റഷ്യയിലേക്ക് കുതിച്ചെത്തിയത്. ചില്ലറ നാശനഷ്ടമൊന്നുമല്ല റഷ്യയിൽ സംഭവിച്ചത്. അതെല്ലാവരും പറയുന്നുണ്ട്. റഷ്യ വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. അമേരിക്കയെ പോലെ തന്നെ ലോകത്തെ വൻ ശക്തികളൊന്നായ റഷ്യയെ ചെറിയ രാജ്യമായ യുക്രൈൻ, അമേരിക്ക എങ്ങനെയാണോ ഇറാൻ പിടിച്ചു കെട്ടിയത്, യുക്രൈൻ ഇപ്പോൾ റഷ്യയെ പിടിച്ചു കെട്ടുകയാണ്. നന്ദന, അസാധാരണമായ സാഹചര്യമാണ്. 1560 ഗൈഡഡ് ഏരിയൽ ബോംബുകളും മറ്റുമാണ് അങ്ങോട്ടേക്ക് കുതിച്ചെത്തുന്നത്. അവരുടെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഗോഡൌണുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. പെട്രോൾ ക്ഷാമം അതിരൂക്ഷമാണ്. പക്ഷേ ഉക്രൈൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. വീണ്ടും അതിശക്തമായി ആക്രമിക്കുകയാണ് റഷ്യയെ. തീർച്ചയായും രഞ്ജിത്ത്, യുക്രൈൻ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. റഷ്യക്ക് നേരെ യുക്രൈൻ നടത്തിയത് ഈ വർഷത്തെ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ്. റഷ്യൻ അതിർത്തി കടന്നെത്തിയത് 800ഓളം ഡ്രോണുകളാണ്. ഈ റഷ്യൻ അതിർത്തി കടന്നെത്തിയ 800ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായിട്ടൊക്കെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അയച്ചതിൽ 600ഓളം ഡ്രോണുകളും ലക്ഷ്യമിട്ടത് റഷ്യൻ തലസ്ഥാനമായ മോസ്കോ നഗരത്തെയാണ്. സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങളാണ് യുക്രൈൻ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ മോസ്കോ മേഖലയിൽ ഒരാളും റോസ്റ്റോവിൽ 5 പേരും ഉൾപ്പെടെ 7 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. മോസ്കോ മേഖലയിൽ മാത്രം 187 ഡ്രോണുകൾ വ്യോമപ്രതിരോധ സേനയും ഇലക്ട്രോണിക് യുദ്ധവിമാനവും ചേർന്ന് നിർവീര്യമാക്കിയ ഒരു സാഹചര്യവുമുണ്ട്. റഷ്യയുടെ ആമസോൺ എന്നറിയപ്പെടുന്ന വൈൽഡ് ബെറീസ് കമ്പനിയുടെ 2,50,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കൂറ്റൻ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ വെയർഹൗസിന് തീ പിടിച്ച ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ തീപിടുത്തത്തിൽ വെയർഹൗസിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആർക്കും ഇതുവരെയും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. റഷ്യൻ സൈന്യത്തിന് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വൈൽഡ് ബെറീസ് എന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് യുക്രൈൻ ഈ ഒരു കമ്പനിയെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾക്കിടെ അയൽ രാജ്യമായ കസാക്കിസ്ഥാനിൽ പുതിയ സംഭരണശാലകൾ നിർമ്മിക്കുമെന്ന് വൈൽഡ് ബെറീസ് അറിയിച്ചിട്ടുണ്ട്. റോസ്റ്റോവിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും എണ്ണക്കപ്പലിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഷ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലകളിലായി 17ഓളം പ്രദേശങ്ങളിൽ ഡ്രോണുകൾ തടഞ്ഞ ഒരു സാഹചര്യം നിലവിലുണ്ട്. തെക്കൻ റഷ്യയിലെ റോസ്റ്റോവിൽ 5 പേർ കൊല്ലപ്പെട്ടു. റഷ്യൻ സൈന്യത്തിനായി ഖരാ റോക്കറ്റ് ഇന്ധനം, സോളിഡ് റോക്കറ്റ് പ്രൊഫിലന്റ് എന്ന ഖരാ റോക്കറ്റ് ഇന്ധനം നിർമ്മിക്കുന്ന പ്രമുഖ പ്രതിരോധ സ്ഥാപനമാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടത്. നോറോവെസ്റ്റിക് തുറമുഖത്തിന് സമീപം നങ്കൂരമിട്ടിരുന്ന ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെയും 2 തവണ ആക്രമണം ഉണ്ടായതായി മാറിക്സ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണ് എന്ന് തന്നെയാണ് സംശയം. അതേസമയം റഷ്യ വെറുതെ ഇരിക്കുന്നില്ല. റഷ്യയും തിരിച്ചടിക്കുകയാണ്. യുക്രൈനിൽ കനത്ത നാശനഷ്ടം റഷ്യ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1550-ലധികം ആക്രമണങ്ങളാണ് റഷ്യ യുക്രൈന് നേരെ അഴിച്ചുവിട്ടത്. 1560 ഗൈഡഡ് ഏരിയൽ ബോംബുകളും 62 മിസൈലുകളും റഷ്യ യുക്രൈനു നേരെ പ്രയോഗിച്ചതായി സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ ക്രിവീഹിറിൽ 2 പേരും വടക്കൻ മേഖലയായ സുമിയിൽ ഒരാളും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ക്രിവീഹിറിലെ ആർസെലർ മിത്തൽ ഉരുക്ക് ഫാക്ടറിയിലുണ്ടായ ആക്രമണത്തിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 13ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. രാത്രി എത്തിയ ശരി നന്ദന, വിശദമായ റിപ്പോർട്ടിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.